ആൽഫ ഓഡിയോ ബുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുരാധ. ഇന്ന് ഞങ്ങൾ മോർഗൻ ഹൗസലിന്റെ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിന്റെ വിശദമായ മലയാളം സമ്മറിയാണ് വായിക്കാൻ പോകുന്നത്. സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പണം, സമ്പത്ത്, ധനകാര്യ വിജയത്തിന്റെ മനഃശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്നു. ധനസമ്പത്ത് നേടുന്നതിന് വേണ്ടിയുള്ള ചില പ്രധാന മാനസികതകൾ, സാമൂഹിക സാങ്കേതികതകൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ആളുകൾക്ക് അവബോധം നൽകുന്നു. പണമില്ലാതെ മാത്രം സമ്പന്നമാക്കാൻ നിങ്ങൾ എങ്ങനെ ശ്രമിക്കണമെന്നറിയാനുള്ള അറിവാണ് ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നത്. വ്യക്തികളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, ഭാവനയും ആത്മവിശ്വാസവും എങ്ങനെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിൽ അധിഷ്ഠിതമായ വിശദമായ പഠനം നടത്തുന്നു. ജീവിതത്തിലെ സാമ്പത്തിക വിജയം പലപ്പോഴും അടിസ്ഥാന സാമ്പത്തിക ബുദ്ധിശക്തിയിലൂടെ അല്ല, മറിച്ച് വ്യക്തികളുടെ ധനത്തോടുള്ള മനോഭാവവും തീരുമാനങ്ങളുമാണ് അതിനെ നിർണയിക്കുന്നത് എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രാഥമിക സന്ദേശം. പുസ്തകത്തിന്റെ ഘടന. പുസ്തകം 20 അധ്യായങ്ങൾ അടങ്ങിയതാണ്. ആകെ 20 അധ്യായങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ അധ്യായവും സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായ മാനസിക ഘടകങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലൂടെയാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. സമ്പത്ത് നേടിയെടുക്കുന്നതിൽ ചിലർ അനൗപചാരികമായ രീതികൾ സ്വീകരിക്കുന്നുവെങ്കിലും അതേ രീതികൾ മറ്റുള്ളവർക്ക് പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടായി മാറും. ഓരോ അധ്യായവും ധനകാര്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ നൽകുന്നു. 1. ധനസമ്പത്ത് കുറിച്ച് ശുദ്ധമായ പ്രവാസം. മോർഗൻ ഹൗസലിന്റെ ആദ്യമായ അധ്യായം ധനസമ്പത്ത് സമ്പാദിക്കുന്നതിന്റെ പ്രാരംഭഘട്ടങ്ങളെ വിലയിരുത്തുന്നു. പണം സമ്പാദിക്കാൻ പലരും അവരുടെ പ്രയാസങ്ങൾ, അഭ്യന്തര സന്ദർഭങ്ങൾ, കൂടാതെ മറ്റു ആളുകളെ കൊണ്ടുപോയ അനുഭവങ്ങൾ അടിയന്തരമായതാണെന്നു പറയുന്നു. അതിനാൽ ധനകാര്യ വിജയത്തിനുള്ള മാർഗങ്ങളെല്ലാം വ്യക്തിഗതകൾക്കനുസരിച്ചായിരിക്കണം. 2. പണം സമ്പാദിക്കാൻ ഭാഗ്യത്തിന്റെ പങ്ക്. മനുഷ്യന്റെ ജീവിതത്തിലെ ഭാഗ്യത്തിന്റെ പങ്ക് എത്ര പ്രധാനമാണെന്നു ഈ അധ്യായം വ്യക്തമാക്കുന്നു. പല ശ്രദ്ധേയനായ നിക്ഷേപകരും അവരുടെ വിജയത്തിന് ലക്ക്, ടൈമിംഗ്, മാർക്കറ്റ് കണ്ടീഷൻസ് എന്നിവയെ അവഗണിക്കുന്നു. അതിനാൽ ഭാഗ്യത്തിനെ അഭിമുഖീകരിക്കുന്നതും അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുക അത്യാവശ്യം. 3. ദീർഘകാല ചിന്തനം. സമ്പത്ത് സമ്പാദിക്കാൻ ദീർഘകാലത്തെ സമീപനം പ്രധാനമാണ്. ഹൗസൽ അനുകൂലിക്കുന്ന ഒരു തത്വം ടൈം ഇൻ ദ മാർക്കറ്റ് ആസ് മോർ ഇമ്പോർട്ടന്റ് ദൻ ടൈമിംഗ് ദ മാർക്കറ്റ് എന്നാണ്. ഈ ആശയം മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വളരെ സഹായകമാണ്. 4. ജീവിതശൈലിയുടെ ഉയർച്ച. ആധുനിക മാറ്റത്തിന്റെ സമയത്ത് ചിലവുകളും വരുമാനവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. വരുമാനത്തിലെ വർധനവിനു കൂടാതെ ചിലവുകൾ കൂട്ടുമ്പോൾ സമ്പാദനം കുറഞ്ഞു പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ജീവിതശൈലിയെ നിയന്ത്രിച്ച് സമ്പാദനം നിർവഹിക്കാൻ ശ്രമിക്കുക. 5. സമ്പാദനത്തിന്റെ പ്രാധാന്യം. സമ്പാദനം മാത്രമല്ല, പണമിടപാടുകൾ എങ്ങനെയെന്ന് അറിയുന്നത് തന്നെയുമാണ്. ധനകാര്യ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ സമ്പാദനത്തെ പ്രാധാന്യം നൽകുന്നു. സമ്പാദനം നിങ്ങളെ ഭാവിയിൽ സാമ്പത്തിക പാതകളിൽ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നു. 6. സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം. പണം തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയെ പകരുന്ന ഒരു ഘടകമാണ്. സമ്പത്ത് പകരുന്നതിനു പകരം അതിലൂടെ സ്വാതന്ത്ര്യം നേടുന്നതിന് ശ്രേയസ്കരമായ കാര്യങ്ങളിലേക്കുള്ള മാർഗം വ്യക്തമാക്കുന്നു. 7. സാമൂഹിക താരതമ്യങ്ങൾ. പണം സംബന്ധിച്ച ധാരണയിൽ സമൂഹത്തിലെ മറ്റു ആളുകളെ അപേക്ഷിച്ച് ഇങ്ങനെ നിരീക്ഷിക്കരുത്. ഈ സാമാജിക താരതമ്യങ്ങൾ സാധാരണയായി തെറ്റായ ധാരണകൾക്കും അസന്തോഷത്തിനും കാരണമാകും. 8. മാനവ ചിന്തനയുടെ അസാധാരണമായ സ്വഭാവം. മനുഷ്യന്റെ ധനകാര്യ നിലവാരത്തിൽ മാനസികതയുടെ സ്വഭാവത്തെ അറിയുക ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നു. ധനകാര്യ മേഖലയിലെ ഭയവും ലാഭത്തിന്റെ ആകർഷണവും മറ്റ് ചില വികാരങ്ങൾ അനാലിസിസ് ചെയ്യുന്നു. 9. ധനകാര്യ വിദ്യയുടെ പ്രാധാന്യം. നിങ്ങളുടെ സാമ്പത്തിക വിജ്ഞാനം ഉയർത്തുവാൻ വായന, പഠനം, നിരീക്ഷണം എന്നിവ നടത്തുന്നത് വളരെ പ്രധാനമാണ്. പണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ അഭാവം പലതവണ അനായാസത്തിൽ നഷ്ടങ്ങൾക്കും ആകർഷണങ്ങൾക്കും കാരണമാകും. 10. ധനകാര്യ മാതൃകകളുടെ പരിമിതികൾ. പണമുള്ള ധനകാര്യ സങ്കല്പങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുക. സാമ്പത്തിക മാതൃകകൾ പലപ്പോഴും മാനവ പ്രവർത്തനങ്ങളെ ചിന്തിച്ചുകൊണ്ടല്ല, അവർ യഥാർത്ഥാവസ്ഥയെ വിശദീകരിക്കുന്നില്ല. അതിനാൽ ഒരു സാമ്പത്തിക പദ്ധതിയിലുള്ള ഉറപ്പുകൾക്കും സാമ്പത്തിക വിഷാദങ്ങൾക്കും ശ്രദ്ധിക്കേണ്ടതാണ്. 11. വ്യക്തിപരമായ അനുഭവങ്ങൾ. വായനക്കാർക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മോർഗൻ ഹൗസൽ സമ്പന്നതയുടെ വഴികൾ തിരിച്ചറിയുന്നു. മറ്റു ആളുകളുടെ കഥകൾ പഠിച്ച് പണമെന്ന ആശയത്തോട് ഭാവിയിൽ കൂട്ടി നിങ്ങളുടെ സമീപനങ്ങൾ മാറുന്നതിൽ സഹായിക്കുന്നു. 12. സംഭാഷണങ്ങൾ. നിക്ഷേപത്തിന്റെ, സമ്പാദനത്തിന്റെ, സാമ്പത്തിക സുരക്ഷയുടെ ചർച്ചകൾ വായനക്കാർക്കായി ഒരുപാട് പഠനദൃശ്യങ്ങൾ നൽകുന്നു. സംവദിക്കുമ്പോൾ വിവരങ്ങൾ തിരിച്ചറിഞ്ഞു
മറ്റ് ആളുകളുടെ അനുഭവങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് മെച്ചപ്പെട്ട മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. 13. വൈവിധ്യം. നിക്ഷേപത്തിൽ വൈവിധ്യം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. സ്വാധീനങ്ങളുടെ ഭംഗി പണം കാത്തു കിടക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. മാത്രമല്ല, പലായനങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങളുടെ സങ്കല്പങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ നൽകുന്നു. 14. ഓർമ്മകൾ. മനുഷ്യന്റെ ഓർമ്മകൾ ധനസമ്പത്ത് സമ്പാദനത്തിൽ എത്ര തീവ്രമായ പങ്കുവഹിക്കുന്നു. ഓർമ്മകൾ, കഴിഞ്ഞ അനുഭവങ്ങൾ, സംവേദനങ്ങൾ എന്നിവയെ ഉപേക്ഷിക്കാതെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. 15. ധനകാര്യ ബന്ധങ്ങൾ. വലിയ ധനകാര്യ സാഹചര്യങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നു. കുടുംബം, സുഹൃത്തുക്കൾ, കാഴ്ചക്കാരെ സഹിതം സജീവമായ ബന്ധം നിലനിർത്തുക. 16. ആത്മവിശ്വാസം. നിക്ഷേപങ്ങളിൽ ആത്മവിശ്വാസം പ്രധാനമാണ്. എന്നാൽ ഈ ആത്മവിശ്വാസം വിറക്കലുകൾക്കൊപ്പം ധനകാര്യ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളുടെ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക. 17. ദൈവശക്തി. പണം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ തികച്ചും ധനകാര്യമാക്കുന്നത് അറിയുക. സാമ്പത്തിക വിജയത്തിനായി വെല്ലുവിളികളെ ഏറ്റെടുക്കുക, മികച്ചമായ സമീപനങ്ങൾ ഉൾപ്പെടുത്തുക. 18. അവസരങ്ങൾ. പണം സമ്പാദിക്കുന്നതിന്റെ ഓരോ അവസരത്തെ അപരിചിതമാക്കാതെ എല്ലാ സാഹചര്യങ്ങളിലും വിജയം നേടാൻ ശ്രമിക്കുക. അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ധനകാര്യ വിജയത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നു. 19. ഭാവി പ്രണയം. സമ്പത്ത് സമ്പാദനത്തിൽ ശ്രദ്ധ നൽകുമ്പോൾ ഭാവി ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നത് ഏറെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രാഥമികമാക്കുക. 20. അവസാന വാക്കുകൾ. പുസ്തകത്തിന്റെ അവസാനത്തിൽ ധനസമ്പത്ത് സമ്പാദിക്കാൻ ജീവിതത്തിൽ ഉള്ളവരോടും സാമ്പത്തിക വിജയത്തിലേക്ക് കൈപ്പറ്റേണ്ട ഘടകങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വായനക്കാർക്ക് ഒരു ദർശനം നൽകുന്നു. പുസ്തകത്തിന്റെ പ്രധാന ആശയങ്ങൾ. 1. നിങ്ങളുടെ മനസ്സും സാമ്പത്തിക വിജയവും. സാമ്പത്തിക വിജയത്തിന് മനഃശാസ്ത്രം പ്രധാനമാണ്. ധനകാര്യ നയങ്ങൾ, നിക്ഷേപ മാർഗങ്ങൾ, ആസ്തി സമ്പാദനം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകൾക്കൊപ്പം ആളുകളുടെ മനഃശാസ്ത്രം, അതായത് അവർ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അതിനുള്ള ഭാവനയും വികാരവും എന്നതും അനിവാര്യമാണ്. 2. വൃത്താന്തം പോലെ വ്യത്യാസപ്പെട്ട ധനപരമായ അനുഭവങ്ങൾ. വ്യക്തിയുടെ ധനകാര്യ പ്രവൃത്തികൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ത്വരിതമാണ്. ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തിക അനുഭവങ്ങൾ അവർക്ക് എങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കും. ഇതിന്റെ ഫലമായി സാമ്പത്തിക വിജയം എടുക്കുന്ന നിർണായകമാം വിധം ഒരു വ്യക്തിയുടെ ഭൗതിക ആശയവിനിമയത്തിന് സമാനമായ രീതിയിലല്ല. 3. തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന മാനസികമാനങ്ങളും വികാരവും. പലപ്പോഴും സാമ്പത്തിക തീരുമാനം കണക്കുകൂട്ടി എടുക്കുന്നതിലല്ല, മറിച്ച് എമോഷണൽ, ആന്തരിക ഘടകങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, വിപണി ഇടിവിന്റെ സമയത്ത് ഭീതിയും കുറവുള്ള ഓഹരികൾ വാങ്ങാനുള്ള ക്ഷമയും ചിലർക്ക് നഷ്ടപ്പെടാം. 4. ആവശ്യകതകൾക്കും ആഗ്രഹങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം. മനുഷ്യർക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിനും മാനസിക സമാധാനത്തിനും വേണ്ടി തികച്ചും അർഹിക്കുന്ന ആവശ്യകതകളുണ്ട്. എന്നാൽ അവലംബമില്ലാത്ത ആഗ്രഹങ്ങൾ ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടപ്പാടുകൾക്കും വഴിവെക്കും. 5. നേരായ നയം ഇല്ല. ധനകാര്യ വിജയത്തിനുള്ള ഒരു കൃത്യമായ പാഠമല്ല. സാമ്പത്തിക വിജയം നേടാനായി എല്ലാവരും സമാനമായ മാർഗങ്ങൾ പിന്തുടരണമെന്നില്ല. ഈ പുസ്തകം നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത ജീവിതങ്ങളിൽ നിന്ന് എടുത്ത സമ്പത്തുമായി ബന്ധപ്പെട്ട കഥകൾ വിശദമാക്കുന്നു. ഓരോ വ്യക്തിക്കും അവരവരുടെ വേറിട്ട ധനപരമായ ജീവിതബാധകളുണ്ട്, അതിനെ അവരവരുടെ മനഃശാസ്ത്രം നിർണയിക്കുന്നു. അധ്യായങ്ങളുടെ സമഗ്ര ആവിഷ്കാരം. 1. നോ വൺ ഈസ് ക്രേസി. ധനപരമായ കാര്യങ്ങളിൽ എല്ലാവരും വ്യത്യസ്തമായി ചിന്തിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തമായ സാമ്പത്തിക അനുഭവങ്ങളും തിരിച്ചറിവുകളുമുണ്ട്, അതിനാൽ അവർ എടുക്കുന്ന ധനകാര്യ തീരുമാനങ്ങൾ തികച്ചും സത്യസന്ധമായിരിക്കും. 2. ലക്ക് ആൻഡ് റിസ്ക്. ധനപരമായ വിജയം ഭാഗ്യവും അപകടവും തമ്മിലുള്ള നയത്തിലെ ഒരു സമവായമാണ്. ഭാഗ്യം പലപ്പോഴും അനുസരിച്ചു തന്നെ സ്വയം മികച്ച സാമ്പത്തിക ജീവിതം നേടാൻ സഹായിക്കുന്നതായി കാണപ്പെടുന്നു. അതിനാൽ ധനകാര്യ കാര്യങ്ങളിൽ വിജയമുണ്ടാക്കിയവർക്കെതിരെ അപകർഷബോധം വേണ്ട. 3. നെവർ ഇനഫ്. കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൺട്രോൾ ചെയ്യുന്നത് വളരെ പ്രയാസമുള്ളതാണെങ്കിലും അതാണ് സാമ്പത്തിക ആപത്ത് സംഭവിക്കുന്നിടങ്ങൾ. ധനപരമായ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചും വിജയത്തെ ആസ്വദിക്കുന്നതും വളരെ പ്രധാനമാണ്. 4. കമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റ് പോലുള്ള അത്ഭുതം ഏറെക്കുറെ സാമ്പത്തിക വിജയത്തിനുള്ള പ്രധാനത്തെ നിർണയിക്കുന്നു. വളരെ ചെറിയ സമ്പത്ത് മാത്രമുള്ളവർക്കും ഏറെക്കുറെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നയം. 5. ഫ്രീഡം. ധനപരമായ സുരക്ഷിതത്വം വ്യക്തിക്ക് നൽകുന്ന പ്രധാന നേട്ടം സ്വാതന്ത്ര്യമാണ്. സമയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് സമ്പത്തിന്റെ ഏറ്റവും വലിയ ലാഭം. 6. വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് ടി സി. ധനം എന്നും പുറത്തുകാണുന്ന ആസ്തി അല്ല,
മറിച്ച് മറ്റുള്ളവരുടെ കണ്ണുകളിൽ കാണാത്ത ശേഖരിച്ച സമ്പത്താണ്. ധനം ശേഖരിക്കാൻ കഴിയുന്നവരാണ് സാമ്പത്തികമായി നല്ല നിലയിലുള്ളവർ. 7. മെൻ ഇൻ ദ കാർ പാരഡോക്സ്. ഒരാളെ ആഡംബര വാഹനം ഓടിക്കുന്നതായി കണ്ടപ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് അവരുടെ ശ്രദ്ധ, മാത്രമല്ല അതിലെ വ്യക്തിയുടെ കഴിവിനോ ധനപരമായ വിജയം കണ്ടുമുട്ടില്ല. 8. സേവ് മണി. ധനപരമായ കഴിവുകൾ എവിടെ നിന്നു വന്നാലും സമ്പത്ത് ശേഖരിക്കുന്ന നയത്തിൽ മാത്രമാണ് വിജയത്തിന്റെ ഉറവിടം. 9. റീസണബിൾ. കൂടുതൽ റേഷണൽ. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ കണക്കുകളെ മാത്രം ആശ്രയിക്കാതെ മാനസികമായി ആശ്വസിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കൂടുതൽ പ്രായോഗികമായ മാർഗമാണ്. 10. സർപ്രൈസ്. സാമ്പത്തിക നയത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടികളുള്ളവയാണ് ആകസ്മികത. എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് തയ്യാറാക്കാൻ സ്വതന്ത്ര ആസ്തി ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു. 11. റൂം ഫോർ എറർ. ധനപരമായ ലക്ഷ്യങ്ങളെ എത്രമാത്രം വിശ്വസിച്ചാലും അവയിൽ സാധ്യതകൾ ഉള്ളതാണ്. തെറ്റുകളുടെ സാധ്യത കണക്കാക്കി അവയ്ക്കുള്ള തയ്യാറെടുപ്പുകളും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. പുസ്തകത്തിന്റെ പ്രധാന സന്ദേശങ്ങൾ. 1. സമ്പത്തും മാനസികമായ സമാധാനവും തമ്മിലുള്ള ബന്ധം. ധനപരമായ വിജയം ആളുകളുടെ മാനസിക നിലയുമായി കടക്കുന്നു. സമ്പത്ത് ഉണ്ടാക്കുന്നതും നിക്ഷേപം നടത്തുന്നതും സാമ്പത്തിക സ്വാതന്ത്ര്യവും എല്ലാം മനസ്സിന്റെ ശക്തിയും തികച്ചും ഗുണഭൂയിഷ്ടമാക്കുന്നു. 2. ഭാഗ്യം, അപകടം, തൊഴിൽ സംസ്കാരം. സാമ്പത്തിക വിജയം എല്ലായ്പ്പോഴും കഠിനമായ തൊഴിൽ ഫലമല്ല, മറിച്ച് ഒരാളുടെ ചുറ്റുപാടുകളും ഭാഗ്യവും അവനു എങ്ങനെ അനുകൂലിക്കുന്നു എന്നതിലുമാണ്. ഈ സാരം സൈക്കോളജി ഓഫ് മണി ഇന്റെ കണക്ക്, ആശയങ്ങൾ, മാനസികത എന്നിവയെ ഉൾക്കൊള്ളുന്ന ഒരു ആഴത്തിലുള്ള സംഗ്രഹമാണ്. ധനത്തെക്കുറിച്ചുള്ള മനസ്സിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെ സമ്പന്നമാക്കുന്ന വഴികളെ കണ്ടെത്തുന്നതിന് സഹായകമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.